ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് രാമായണം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. രാമായണം എഴുതിയത് ആരാണ്? യെസ്, വാൽമീകിയാണല്ലേ. ആൻസർ വാൽമീകി. ദെൻ വാൽമീകം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വാൽമീകം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ മൺപുറ്റ്. രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ്? അടുത്ത ചോദ്യം, രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ്? ആൻസർ ത്രേതായുഗത്തിൽ. രാമായണ കഥ ഒരു ആഖ്യാനമാണ്. ഇത് ആർക്ക് ഉപദേശിക്കുന്നതാണ്? ശിവൻ പാർവതിക്ക്. ആൻസർ ശിവൻ പാർവതിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത് എന്നോട് ആരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണെ കേൾപ്പിച്ചതില്ല ആരെയും ജീവനാഥേ. മുമ്പ് മറ്റാരും ചോദിക്കാത്തതും ആരെയും കേൾപ്പിക്കാത്തതുമായ ഏത് കാര്യമാണ് ശിവൻ പാർവതിയോട് അരുളുന്നത്? എന്താണ്? അതെ, രാമകഥ തത്വമാണല്ലേ. ആൻസർ എന്താണ്? രാമകഥ തത്വം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാമായണ നിർമ്മിതിക്കായി വാൽമീകിയോട് ആവശ്യപ്പെട്ടത് ആര്? രാമായണ നിർമ്മിതിക്കായി വാൽമീകിയോട് ആവശ്യപ്പെട്ടത് ആര്? ആൻസർ ബ്രഹ്മാവ്. ദെൻ വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? 24,000. എഴുത്തച്ഛൻ്റെ രാമായണ കൃതിയുടെ പേരെന്ത്? എഴുത്തച്ഛൻ്റെ രാമായണ കൃതിയുടെ പേരെന്ത്? ആൻസർ ആധ്യാത്മരാമായണം കിളിപ്പാട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഴുത്തച്ഛന് മുമ്പ് മലയാളത്തിലുണ്ടായിട്ടുള്ള രാമായണ കൃതികൾ ഏതെല്ലാം? രാമചരിതം, രാമകഥാപാട്ട്, കണ്ണശ രാമായണം. ഏതൊക്കെയാണ്? രാമചരിതം, രാമകഥാപാട്ട്, കണ്ണശ രാമായണം. ഇത് ലോകത്തിലുണ്ടായ എല്ലാ രാമായണ കൃതികൾക്കും അടിസ്ഥാനഭൂതമായ കൃതി ഏത്? ആൻസർ വാൽമീകി രാമായണം. ദെൻ തമിഴിലുണ്ടായ രാമായണ കൃതി ഏത്? കമ്പരുടെ കമ്പരാമായണം. തമിഴിലുണ്ടായ രാമായണ കൃതി ഏത്? കമ്പരുടെ കമ്പരാമായണം. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 6 കാണ്ഡങ്ങൾ. ആൻസർ 6 കാണ്ഡങ്ങൾ. രാമായണത്തിലെ 6 കാണ്ഡങ്ങൾ ഏതെല്ലാം? രാമായണത്തിലെ 6 കാണ്ഡങ്ങൾ ഏതെല്ലാമാണ്? യെസ്, ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീരാമനും സീതയുമായി അവതരിച്ചത് ആരെല്ലാമാണ്? ശ്രീരാമനും സീതയുമായി അവതരിച്ചത് ആരെല്ലാമാണ്? ആൻസർ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും. ദെൻ കോസല രാജ്യം ഏത് നദിയുടെ തീരത്താണ്? കോസല രാജ്യം ഏത് നദിയുടെ തീരത്താണ്? ആൻസർ സരയൂ നദിയുടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അയോധ്യ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? കോസല രാജ്യത്തിൻ്റെ. അയോധ്യ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? കോസല രാജ്യത്തിൻ്റെ. ദശരഥൻ ഏത് വംശപരമ്പരയിൽ ഉൾപ്പെടുന്നു? ദശരഥൻ ഏത് വംശപരമ്പരയിൽ ഉൾപ്പെടുന്നു? ആൻസർ മനുവിൻ്റെ വംശപരമ്പര. ആൻസർ മനുവിൻ്റെ വംശപരമ്പര. ദെൻ സുമന്ത്രർ ആരായിരുന്നു? യെസ്, ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിയായിരുന്നു. ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രി. ദെൻ സുമന്ത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? നല്ലതു മാത്രം മന്ത്രിക്കുന്നവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദശരഥന് മുമ്പ് ഒരിക്കൽ രാവണൻ അയോധ്യയിൽ പോയിട്ടുണ്ട്. അന്ന് ആരായിരുന്നു അയോധ്യയുടെ രാജാവ്? ദശരഥന് മുമ്പ് ഒരിക്കൽ രാവണൻ അയോധ്യയിൽ പോയിട്ടുണ്ട്. അന്ന് ആരായിരുന്നു അയോധ്യയുടെ രാജാവ്? ആൻസർ അനാരണ്യൻ. ദെൻ അംഗരാജ്യത്ത് മഴ പെയ്ത് ആരുടെ പാദസ്പർശമേറ്റപ്പോഴാണ്? അംഗരാജ്യത്ത് മഴ പെയ്തത് ആരുടെ പാദസ്പർശമേറ്റപ്പോഴാണ്? ആൻസർ ഋഷിശൃംഗൻ്റെ. ദെൻ ദശരഥ മഹാരാജാവിൻ്റെ 3 ഭാര്യമാർ ആരെല്ലാം? കൗസല്യ, കൈകേയി, സുമിത്ര. ദശരഥ മഹാരാജാവിൻ്റെ 3 ഭാര്യമാരാണ് കൗസല്യ, കൈകേയി, സുമിത്ര. മക്കളുണ്ടാവാൻ വേണ്ടി ദശരഥൻ അനുഷ്ഠിച്ച യാഗം ഏത്? പുത്രകാമേഷ്ടി. ദെൻ അയോധ്യയുടെ കുലഗുരുവാർ വസിഷ്ഠൻ. ആരാണ്? വസിഷ്ഠനാണ്. ദെൻ പുത്രകാമേഷ്ടി നടത്തുമ്പോൾ കയ്യിൽ പായസവുമായി പ്രത്യക്ഷനായ ദേവൻ ആര്?
അഗ്നിദേവൻ. പുത്രകാമേഷ്ടി നടത്തുമ്പോൾ കയ്യിൽ പായസവുമായി പ്രത്യക്ഷനായ ദേവനാണ് അഗ്നിദേവൻ. ദെൻ ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ്? മഹാവിഷ്ണു. ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ്? ആൻസർ മഹാവിഷ്ണു. ദെൻ ശ്രീരാമൻ്റെ ജന്മനക്ഷത്രം ഏത്? പുണർദം. ശ്രീരാമൻ്റെ ജന്മനക്ഷത്രം പുണർദം. സൗമിത്രി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സുമിത്രയുടെ പുത്രൻ, അതായത് ലക്ഷ്മണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഷ്ണുവിൻ്റെ ശംഖും സുദർശനവും അവതാരം കൊണ്ടത് എങ്ങനെയാണ്? ശംഖ് ഭരതൻ, സുദർശനം ശത്രുഘ്നൻ. ദെൻ ലക്ഷ്മണൻ ആരുടെ അവതാരമാണ്? അനന്തൻ്റെ. ലക്ഷ്മണൻ ആരുടെ അവതാരമാണ്? അനന്തൻ്റെ. വിശ്വാമിത്ര മഹർഷി ആരായിരുന്നു? വിശ്വാമിത്ര മഹർഷി ആരായിരുന്നു? ആൻസർ പുരോഹിതൻ. വിശ്വാമിത്രൻ്റെ യാഗം മുടക്കിയ രാക്ഷസന്മാർ ആരെല്ലാം? വിശ്വാമിത്രൻ്റെ യാഗം മുടക്കിയ രാക്ഷസന്മാർ ആരെല്ലാം? മാരീചൻ, സുബാഹു. മാരീചൻ, സുബാഹു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാമലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്രൻ ഉപദേശിച്ച വിദ്യകൾ എന്തെല്ലാം? രാമലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്രൻ ഉപദേശിച്ച വിദ്യകൾ ഏതെല്ലാം? ബലയും അതിബലയും. ആൻസർ ബലയും അതിബലയും. ദെൻ വനയാത്രയിൽ ആദ്യമായി രാമലക്ഷ്മണന്മാർ തങ്ങിയത് എവിടെയായിരുന്നു? ആൻസർ തടകാവനത്തിൽ. ആൻസർ തടകാവനത്തിൽ. താടകയെ വധിച്ചതാര്? താടകയെ വധിച്ചത് ശ്രീരാമൻ. ആൻസർ ശ്രീരാമൻ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല. ഇത് ആരോട് ആരെക്കുറിച്ച് പറയുന്നതാണ്? വിശ്വാമിത്രൻ ലക്ഷ്മണനോട് താടകയെ പറ്റി. വിശ്വാമിത്രൻ ലക്ഷ്മണനോട് താടകയെ പറ്റി. മാരീച സുബാഹുക്കളിൽ ഒരാൾ രാമബാണത്തിനിരയായി. മറ്റൊരാൾ രാമഭക്തനായി. ആരെല്ലാമാണ് അവർ? ആരെല്ലാമാണ്? മരിച്ചത് സുബാഹു. രാമഭക്തനായതാരാണ്? മാരീചനാണ്. രാമഭക്തനായത് മാരീചൻ. ജനക രാജധാനിയിൽ വെച്ച് ശ്രീരാമൻ ഒടിച്ച വില്ലിൻ്റെ പേരെന്താണ്? ജനക രാജധാനിയിൽ വെച്ച് ശ്രീരാമൻ ഒടിച്ച വില്ലിൻ്റെ പേരെന്താണ്? ത്രയംബകം. ആൻസർ ത്രയംബകം. വിദേഹ രാജാവ് ആരായിരുന്നു? ജനകൻ. ത്രയംബകം ആരാണ് സമ്മാനിച്ചത്? പരമശിവൻ. ഗൗതമ മുനിയുടെ ശാപം കാരണം ശിലയായി മാറിയതാര്? അഹല്യ. ഗൗതമ മുനിയുടെ ശാപം കാരണം ശിലയായി മാറിയത് അഹല്യ. അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയതാര്? ആൻസർ ശ്രീരാമൻ. അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയതാര്? ആൻസർ ശ്രീരാമൻ. ജാനകി എന്നറിയപ്പെടുന്നത്? ആൻസർ സീത. ജാനകി എന്നറിയപ്പെടുന്നത് സീത. സീതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉഴുവുചാൽ. സീതം എന്ന വാക്കിൻ്റെ അർത്ഥം ഉഴുവുചാൽ. യഥാർത്ഥത്തിൽ സീത ആരുടെ അവതാരമാണ്? ആൻസർ മഹാലക്ഷ്മിയുടെ. യഥാർത്ഥത്തിൽ സീത ആരുടെ അവതാരമാണ്? മഹാലക്ഷ്മിയുടെ. ലക്ഷ്മണൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഊർമിള. ലക്ഷ്മണൻ്റെ ഭാര്യയുടെ പേര് ഊർമിള. ഭരതൻ്റെ ഭാര്യ ആരാണ്? ശ്രുതകീർത്തി. ഭരതൻ്റെ ഭാര്യ ശ്രുതകീർത്തി. സീതാ സ്വയംവരത്തിനു ശേഷം അയോധ്യയിലേക്ക് പോകുകയായിരുന്ന വിവാഹഘോഷയാത്രയ്ക്ക് തടസ്സമുണ്ടാക്കാൻ തുനിഞ്ഞതാര്? ആൻസർ പരശുരാമൻ. ആൻസർ പരശുരാമൻ. രാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? രാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ആരുടേതായിരുന്നു? യെസ്, കുലഗുരുവായ വസിഷ്ഠൻ്റെ. മന്ദര ആരായിരുന്നു? കൈകേയിയുടെ ദാസി. രാമൻ്റെ പട്ടാഭിഷേകം മുടക്കാൻ കൈകേയിയെ ഉപദേശിച്ചത് ആരാണ്? മന്ദര. കൈകേയി ദശരഥനോട് ആവശ്യപ്പെട്ട 2 വരം എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തേത് ഭരതനെ രാജാവാക്കണം. 2 രാമനെ 14 വർഷം വനവാസത്തിനയക്കണം. വനവാസത്തിന് പുറപ്പെട്ട രാമലക്ഷ്മണന്മാർക്ക് മരവൂരി നൽകിയതാര്? കൈകേയി. വനവാസത്തിന് പുറപ്പെട്ട സീത രാമലക്ഷ്മണന്മാരുടെ തേർ തെളിച്ചതാര്? സുമന്ത്രർ. തേർ തെളിച്ചത് സുമന്ത്രരാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വനവാസവേളയിൽ സീതാരാമ ലക്ഷ്മണന്മാർ ആദിരാത്രി കഴിഞ്ഞത് എവിടെയായിരുന്നു? ശൃംഗിവേരം. ശൃംഗിവേരം. ശൃംഗിവേരം എന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരി ആരായിരുന്നു? ഗുഹൻ എന്ന നിഷാദ രാജാവ്. കാനനയാത്രയിൽ രാമലക്ഷ്മണന്മാർ ആദ്യം കണ്ടുമുട്ടിയ മഹർഷി ആര്?
ഭരദ്വാജൻ മഹർഷി ആരാണ്? ഭരദ്വാജൻ. സീതാരാമ ലക്ഷ്മണന്മാർക്ക് താമസത്തിനായി ഭരദ്വാജ മഹർഷി കാണിച്ചു കൊടുത്ത സ്ഥലമേത്? ചിത്രകൂട പർവ്വതം. ആൻസർ ചിത്രകൂട പർവ്വതം. ഭരദ്വാജന്റെ ആശ്രമത്തിൽ നിന്നും ചിത്രകൂടത്തിലേക്ക് ഒരു നദി മുറിച്ചു കടക്കണം. ആ നദി ഏതാണ്? കാളിന്തി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സപ്തർഷികൾ ആരെല്ലാം? മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, കൃതു, വസിഷ്ഠൻ. ദശരഥന്റെ മരണവാർത്ത രാമനെ അറിയിച്ചതാര്? വസിഷ്ഠൻ. അപ്പോൾ സപ്തർഷികൾ ആരെല്ലാമാണ്? മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, കൃതു, വസിഷ്ഠൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദശരഥന്റെ മരണവാർത്ത രാമനെ അറിയിച്ചതാര്? ആൻസർ വസിഷ്ഠൻ.